ഷൂസ്, ചപ്പൽസ്, സാൻഡൽസ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായ കാര്യങ്ങളാണ് ഇവ. എന്ന് മാത്രമല്ല നമ്മുടെ ലൈഫ് സ്റ്റൈൽസ് ഒക്കെ ചേഞ്ച് ചെയ്തു വരുന്നതുകൊണ്ട് ഈ പ്രൊഡക്ട്സിനുള്ള ഡിമാൻഡ് കൂടി വരികയുമാണ്. പണ്ട് കാലത്ത് കാൽപാദം സംരക്ഷിക്കുക എന്ന ഉദ്ദേശം മാത്രമേ ഇതുകൊണ്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്നിപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. ഓരോ ഒക്കേഷൻസിനും ഓരോ തരം ഫുട്വെയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ഇടുന്ന ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് പോലും പലതരം ഫുട്വെയർസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. മോർണിംഗ് വാക്കിനൊരു ഷൂ, ഓഫീസിൽ പോകുമ്പോൾ ഇടാൻ വേറെ ഒരു പെയർ ഓഫ് ഫോർമൽ ഷൂസ്, കാഷ്വലായിട്ട് അടിച്ചു പൊളിച്ച് നടക്കാൻ ക്യാൻവാസ് അല്ലെങ്കിൽ ലോഫേഴ്സ്, ഇതിന് പുറമെ നോർമൽ സാൻഡൽസും ചപ്പൽസും വേറെ. അപ്പോൾ മൊത്തത്തിൽ പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഫുട്വെയർ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് വളരെ വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. ഫെസ്റ്റിവൽ സീസൺസ് അടുക്കുന്ന സമയത്തൊക്കെ ഫുട്വെയറിനുള്ള ഡിമാൻഡ് പിന്നെയും കൂടും. അപ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഫുട്വെയർ ഇൻഡസ്ട്രിയിലെ ഒരു കമ്പനിയാണ്. ഫുട്വെയർ മാനുഫാക്ചറിംഗ് ആൻഡ് ട്രേഡിംഗ് ബിസിനസ്സിൽ 65 വർഷമായി ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, മറ്റ് ആക്സസറീസ് ആൻഡ് ലൈഫ് സ്റ്റൈൽസ് പ്രൊഡക്ട്സിലേക്കും ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി, ലിബർട്ടി ഷൂസ് ലിമിറ്റഡ്. ഫുട്വെയർ ഇൻഡസ്ട്രിയെയും പിന്നെ ഈ കമ്പനിയെയും കുറിച്ച് വിശദമായി മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. സോ വിത്തൗട്ട് ഫർദർ അഡു, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വെൽക്കം ടു ഗ്രോ മലയാളം. ദിസ് ഈസ് ഷയാസ് റഫിയ മൊയ്തീൻ. നിങ്ങൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. കമ്പനിയെ കുറിച്ച് പറയുന്നതിന് മുൻപ് നമുക്ക് ഇന്ത്യൻ ഫുട്വെയർ ഇൻഡസ്ട്രിയെ കുറിച്ചൊന്ന് ചുരുക്കി പറയാം. ഫുട്വെയർ പ്രൊഡ്യൂസിംഗ് രാജ്യങ്ങളിൽ ഇന്ത്യക്ക് 2ാം റാങ്കാണുള്ളത് ഇൻ ടേംസ് ഓഫ് യൂണിറ്റ് പെയേഴ്സ്. ചൈനയാണ് 1ാം സ്ഥാനത്ത്. ഇത് ഏറ്റവും കൂടുതൽ ഫുട്വെയർ നിർമ്മിക്കുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. പക്ഷേ അതേസമയം ഗ്ലോബൽ ആവറേജുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഫുട്വെയർ ഉപഭോഗം, അതായത് കൺസപ്ഷൻ, കുറവാണ്. പക്ഷേ തീർച്ചയായും ഡിമാൻഡ് കൂടി വരുന്നുണ്ട്. വോളിയം എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യൻ ഫുട്വെയർ കൺസപ്ഷൻ ഫിസ്ക്കൽ 2015 2.05 ബില്യൺ പെയേഴ്സിൽ നിന്നും 2020 ആയപ്പോൾ 2.56 ബില്യൺ പെയേഴ്സ് ആയി ഉയർന്നിട്ടുണ്ട്. 4.5% CAGR എന്ന നിരക്കിൽ. ഇങ്ങനെ വോളിയം കൂടാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് കൂടി വരുന്ന യുവാക്കളുടെ എണ്ണം, കൂടി വരുന്ന ഡിസ്പോസിബിൾ ഇൻകം ലെവൽ, ഉയരുന്ന അർബനൈസേഷൻ ലെവൽ, ഷോപ്പിംഗ് ഫോർമാറ്റുകളുടെ വളർച്ചയോടെ ഉണ്ടായ ഫുട്വെയറിന്റെ ഉയർന്ന ലഭ്യത എന്നിവയൊക്കെയാണ്. ബ്രാൻഡുകളോടുള്ള താല്പര്യം, ട്രെൻഡി ഡിസൈൻസിനുള്ള ഡിമാൻഡ് എന്നീ കാര്യങ്ങൾ ഫുട്വെയറിന്റെ ആവറേജ് സെല്ലിംഗ് പ്രൈസും കൂട്ടിയിട്ടുണ്ട്. ആവറേജ് സെല്ലിംഗ് പ്രൈസിലുള്ള ഈ ഗ്രോത്ത് ഫുട്വെയർ ഇൻഡസ്ട്രിയുടെ വാല്യൂ ഗ്രോത്തിനെയും സപ്പോർട്ട് ചെയ്തു. മാസ് മാർക്കറ്റ് ഫുട്വെയറിൽ നിന്നും പ്രീമിയം കാറ്റഗറിയിലേക്കുള്ള ഫുട്വെയർ തിരഞ്ഞെടുക്കാനുള്ള ആളുകളുടെ ഗ്രാജുവൽ ഷിഫ്റ്റ് ആണ് ഇന്ത്യൻ ഫുട്വെയർ ഇൻഡസ്ട്രിയുടെ ആവറേജ് സെല്ലിംഗ് പ്രൈസ് കഴിഞ്ഞ വർഷങ്ങളിൽ ഇങ്ങനെ കൂട്ടിയത്. ഇന്ത്യൻ ഫുട്വെയർ ഇൻഡസ്ട്രിയിൽ ലോക്കൽ അൺഓർഗനൈസ്ഡ് ഷോപ്പുകളുടെയും പ്രാദേശിക ഓർഗനൈസ്ഡ് റീറ്റെയിൽ സ്റ്റോറുകളുടെയും ഒരു വലിയ പ്രസൻസ് ഉണ്ട്. അൺഓർഗനൈസ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ ലോക്കൽ ബ്രാൻഡുകൾ, ചെറിയ കടമുറികളിൽ നടത്തുന്ന ഷോപ്പുകൾ, തെരുവ് കച്ചവടക്കാർ, അൺബ്രാൻഡഡ് ഫുട്വെയർ സെയിൽസ് എന്നിവയൊക്കെയാണ്. ഇന്ത്യയിലെ അർബൻ ഷോപ്പിംഗ് ലാൻഡ്സ്കേപ്പ് എടുത്ത് സൂക്ഷിച്ചു നോക്കിയാൽ കാണുന്നത് അൺബ്രാൻഡഡ് ആൻഡ് ബ്രാൻഡഡ് ഫുട്വെയർസ് വിൽക്കുന്ന ഈ അൺഓർഗനൈസ്ഡ് സെഗ്മെന്റിൽ ഉൾപ്പെടുന്ന ചെറിയ കച്ചവടക്കാരുടെ വലിയ പ്രസൻസ് ആണ്. ഇതിന്റെ കൂടെ നോട്ട് ചെയ്യാനുള്ളത്, ഓർഗനൈസ്ഡ് മാർക്കറ്റ് കഴിഞ്ഞ 5 വർഷങ്ങളിലായി 23% നിന്നും 31% ആയി ഉയർന്നിട്ടുണ്ട് എന്നുള്ളതും കൂടെയാണ്. ഒരു പ്രൈസ് സെൻസിറ്റീവ് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫുട്വെയർ ഇൻഡസ്ട്രിയിൽ ഡൊമിനേറ്റ് ചെയ്യുന്നത് മാസ് സെഗ്മെന്റ് തന്നെയാണ്. മാസ് സെഗ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം കാറ്റഗറിക്ക് തൊട്ട് താഴെ വരുന്നത്. ഫിസ്ക്കൽ 2020 കണക്ക് പ്രകാരം ഈ ഇൻഡസ്ട്രിയുടെ അപ്രോക്സിമേറ്റ്ലി 56% ഈ മാസ് സെഗ്മെന്റ് ആണ്. ഈ സെഗ്മെന്റിൽ കാര്യമായിട്ടുള്ളത് അൺഓർഗനൈസ്ഡ് പ്ലെയേഴ്സ് ആണ്. ലോക്കൽ ഫുട്വെയർ ബ്രാൻഡ്സും അൺബ്രാൻഡഡ് ഫുട്വെയർ പ്രൊഡക്ട്സും ഒക്കെയാണ് കാര്യമായിട്ട് ഇവർ സെൽ ചെയ്യുന്നത്. ഫിസ്ക്കൽ 2015 ഇത് 62% ആയിരുന്നു. അതിൽ നിന്നുമാണ് 2020 ആയപ്പോൾ 56% മാത്രമായിട്ട് കുറഞ്ഞത്. ഇതിന്റെ പ്രധാന കാരണം മാർക്കറ്റിലെ ഓർഗനൈസ്ഡ് പ്ലെയേഴ്സിന്റെ വളർച്ചയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡസ്ട്രിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ലിബർട്ടി ഷൂസ് ലിമിറ്റഡിന് ഈ ഇൻഡസ്ട്രിയിലുള്ള സ്ഥാനം എന്താണ് എന്ന് നോക്കാം. സെപ്റ്റംബർ 1986 ഇൻകോർപ്പറേറ്റ് ചെയ്ത ലിബർട്ടി ഷൂസ് ലിമിറ്റഡ് ഹരിയാനയിലെ കർണാൽ ബേസ് ചെയ്തുള്ള ലിബർട്ടി ഗ്രൂപ്പിന്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണ്. ഈ ഗ്രൂപ്പിന് ഇന്ത്യൻ ഫുട്വെയർ ഇൻഡസ്ട്രിയിൽ 60 വർഷത്തെ പ്രസൻസ് ഉണ്ട്. ലെതർ ആൻഡ് നോൺ ലെതർ ഫുട്വെയറിന്റെ മാനുഫാക്ചറിംഗ് ആൻഡ് സെല്ലിംഗ് ബിസിനസ്സിലാണ് ഈ കമ്പനി എൻഗേജ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ആക്സസറീസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ പ്രൊഡക്ട്സും ഇവരുടെ റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ നെറ്റ്വർക്കിലൂടെ സെൽ ചെയ്യുന്നുണ്ട്. കമ്പനിക്ക് 5 മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. ഹരിയാനയിലെ കർണാലിലും ഗറൌണ്ടയിലും ലിബർട്ടിപുരം എന്ന സ്ഥലത്തും, പിന്നെ ഹിമാചൽ പ്രദേശിൽ പവോന്ദ സാഹിബിലും ഉത്തരാഖണ്ഡിൽ റൂർക്കയിലുമാണ് ഈ 5 എണ്ണം ഉള്ളത്. ഇതെല്ലാത്തിന്റെയും കൂടെ കമ്പൈൻഡ് മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി 106 ലക്ഷം പെയർ ഓഫ് ഷൂസ് പെർ ആനം ആണ് ജൂൺ 30, 2022 കണക്ക് പ്രകാരം. ഈ കമ്പനി അവരുടെ പ്രൊഡക്ട്സ് വിൽക്കുന്നത് 12 ബ്രാൻഡുകളായിട്ടാണ്. ഇതിൽ എന്തൊക്കെ റേഞ്ച് ഓഫ് ഫുട്വെയർ ആണ് ഉള്ളത് എന്ന് ഇനി കേട്ടോളൂ. ഫാഷൻ ഫുട്വെയർ, ഡ്രസ് ഷൂസ്, സ്പോർട്സ് ഷൂസ്, സ്ലിപ്പ് ഓൺസ്, ബാലറിനാസ്, റിലാക്സ്ഡ് കാഷ്വൽസ്, സ്കൂൾ ഷൂസ് എന്നിവ മുതൽ സേഫ്റ്റി, ഇൻഡസ്ട്രിയൽ ഫുട്വെയർ, പിന്നെ ആർമി, നേവി, CRPF, ജംഗിൾ
boots. ഇതിനു പുറമെ range of accessories like shoe care products, backpacks, belts, wallets, travel bags, handbags and others. പെർഫ്യൂംസിന്റെയും റിലേറ്റഡ് സ്കിൻ കെയർ പ്രൊഡക്ട്സിന്റെയും ഒരു ലക്ഷറി ലൈനും ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 1964 തൊട്ട് ഇത്രയും കാലം കൊണ്ട് ഈ കമ്പനി ഇന്ത്യയുടെ മിക്കവാറും എല്ലാ മുക്കിലും മൂലയിലും എത്താൻ പാകത്തിൽ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പുറമെ മോർ ദാൻ 25 കൺട്രീസിലും. രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിബർട്ടി ഷൂസ് ഒരു മാസ് സെഗ്മെന്റ് പ്ലെയർ ആണ് എന്നുള്ളതാണ്. ആവറേജ് സെല്ലിംഗ് പ്രൈസ് 380 രൂപ മുതൽ 400 രൂപ വരെയാണ്. ഇനി നമുക്ക് ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ ആസ്പെക്ട്സിലേക്ക് കടക്കാം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കമ്പനി അതിന്റെ റവന്യൂ ഓൾമോസ്റ്റ് ഇരട്ടിയാക്കിയിട്ടുണ്ട്, സ്റ്റേബിൾ ആയ ഇംപ്രൂവ്ഡ് ഓപ്പറേറ്റിംഗ് മാർജിൻസോട് കൂടി തന്നെ. പക്ഷേ റവന്യൂ കൂടുമ്പോൾ തന്നെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് അത്രയധികം കൂടിയിട്ടുമില്ല. ഈ കമ്പനിയുടെ ചില പ്രധാനപ്പെട്ട ചലഞ്ചസ് എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ കമ്പനിക്ക് ആവശ്യമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽസ് PVC, പോളിവിനൈൽ ക്ലോറൈഡ്, ലെതർ, പോളിയുറത്തേൻ കെമിക്കൽസ് തുടങ്ങിയവയാണ്. ഇതിൻ്റെയൊക്കെ വില ക്രൂഡ് ഓയിൽ പ്രൈസുമായി ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ വോളറ്റൈലുമാണ്. ഇത് കാരണം കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി റോ മെറ്റീരിയൽസിന്റെ പ്രൈസസിന്റെ മൂവ്മെന്റിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഇത് ലിബർട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഈവൻ റിലാക്സോ ഫുട്വെയർ മാനേജ്മെന്റിന്റെ അഭിപ്രായത്തിലും ഈ റോ മെറ്റീരിയൽ പ്രൈസ് ഹൈക്കിനെ കുറിച്ച് ഇത് തന്നെയാണ് പറയുന്നത്. അടുത്തത്, കസ്റ്റമർ പ്രിഫറൻസ് മാറിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് ശക്തമായ കോമ്പറ്റീഷൻ ഫുട്വെയർ സെഗ്മെന്റിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ പ്രധാന കാരണം അൺഓർഗനൈസ്ഡ് സെക്ടർ നല്ല രീതിയിൽ തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതുകൂടാതെ വില കുറഞ്ഞ ചൈനീസ് ഇമ്പോർട്ടഡ് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് എന്നതുകൊണ്ട് റോ മെറ്റീരിയൽ പ്രൈസസിൽ ഉണ്ടാകുന്ന വില വർധനവ് എല്ലായ്പ്പോഴും കസ്റ്റമേഴ്സിലേക്ക് കൈമാറാൻ പറ്റുന്നില്ല എന്നതും കൂടെയാണ്. ഇത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കും. ഇനി കമ്പനിയുടെ കാര്യത്തിൽ നല്ല രീതിയിൽ വർക്ക് ആകുന്നത് എന്താണെന്ന് കൂടെ പറയാം. കമ്പനിയുടെ നോൺ ലെതർ ഷൂസിനുള്ള ഡിമാൻഡ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കൂടി വരികയാണ്. നോൺ ലെതർ ഷൂസിന്റെ ഈ നല്ല കച്ചവടം മാർജിൻസിൽ പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ട ഫുട്വെയർ പ്ലെയേഴ്സിന്റെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് സ്ക്രീനിൽ കാണാം. ഇതിൽ ലിബർട്ടി ഷൂസിന്റെ ആസ്പെക്ട്സ് നമുക്ക് ഒന്ന് പറയാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 337.45 rupees, മാർക്കറ്റ് ക്യാപ് 577 crore rupees, PE ratio 52.27, industry PE 54.8, debt to equity 0.66, 5-year sales CAGR minus 0.37%, return on equity 1.28, 1-year returns 86.64%, 5-year CAGR returns 5.58%, 200 DMA 171.88, RSI 1491. ഇനി ലിബർട്ടിയുടെ സ്റ്റോക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ എങ്ങനെയാണ് പെർഫോം ചെയ്തത് എന്നാണ് പറയാൻ പോകുന്നത്. 5-year സ്റ്റോക്ക് പ്രൈസ് മൂവ്മെന്റ് നോക്കുമ്പോൾ കാണാൻ പറ്റും കമ്പനി 32% റിട്ടേൺസ് തന്നിട്ടുണ്ട് എന്ന്. പക്ഷേ അതേസമയം സെൻസെക്സ് പോലെയുള്ള ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളെ ബീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഒരു വർഷം മാത്രം എടുത്തു നോക്കുമ്പോൾ കമ്പനി 85.89% അടിപൊളി റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ കാരണം 2022-23 30% ഗ്രോത്തും ഹയസ്റ്റ് എവർ റവന്യൂ ആൻഡ് പ്രോഫിറ്റ് ബിഫോർ ടാക്സും എയിം ചെയ്തുകൊണ്ടുള്ള കമ്പനിയുടെ കോൺഫിഡൻസ് ആയിരിക്കണം. പക്ഷേ എന്തായാലും ഈ റിട്ടേൺസ് ഒക്കെ ഉണ്ടാക്കിയിട്ടും ഇവരുടെ PE ഇപ്പോഴും ഇൻഡസ്ട്രി PEയേക്കാൾ താഴെയാണ്. അപ്പോൾ നമ്മൾ ഫുട്വെയർ ഇൻഡസ്ട്രിയുടെ അനാലിസിസും ഈ ഇൻഡസ്ട്രിയിൽ ലിബർട്ടി ഷൂസ് ലിമിറ്റഡിന്റെ പ്ലേസും എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ റിസർച്ച് നടത്താൻ മറക്കരുത്. ഈ വീഡിയോ അതിന് നിങ്ങളെ സഹായിക്കുന്ന എഡ്യൂക്കേഷണൽ വീഡിയോ മാത്രമാണ്. സ്റ്റോക്കുകൾ വാങ്ങാനോ വിൽക്കാനുള്ള ഒരു റെക്കമെൻഡേഷനും നമ്മൾ നൽകുന്നില്ല. ബെഞ്ചമിൻ ഗ്രഹാമിന്റെ ഒരു കോട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. സക്സസ്ഫുൾ ഇൻവെസ്റ്റിംഗ് ഈസ് അബൌട്ട് മാനേജിംഗ് റിസ്ക് ആൻഡ് നോട്ട് അവോയ്ഡിംഗ് ഇറ്റ്. Like the video if you liked it, and also don't forget to subscribe our channel. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Thank you for watching. Bye. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.